السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഇന്ന് യുഐ ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം മൻ ഖാന വതനന ഫലൈസ മിന്ന. നാടിനെ വഞ്ചിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്നൊരു വളരെ പ്രാധാന്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ആദ്യമായി ഖുതുബ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനോട് ഭക്തിയുള്ളവരാവുക, സത്യവാന്മാരോടൊപ്പം നിലകൊള്ളുക, സത്യത്തിൻ്റെ ആളുകളുടെ കൂടെ നിങ്ങൾ ചേരുക, നിലകൊള്ളുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉപദേശിക്കുകയാണ്. വഞ്ചന എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും മോശപ്പെട്ട, അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയാനകമായ ശിക്ഷ ലഭിക്കുന്ന സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് വഞ്ചന. വഞ്ചന നമ്മുടെ സ്വശരീരത്തോടും കുടുംബത്തിനോടും നാടിനോടും വഞ്ചന നടത്തുന്നത് വലിയ ആപത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം വഞ്ചകന്മാരെക്കുറിച്ച് നമ്മോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം വഞ്ചകർക്ക് ഒരു സ്ഥാനവും നൽകുന്നില്ല. മറിച്ച് നരകത്തിൻ്റെ അടിത്തട്ടാണ് അവരുടെ വാസസ്ഥലം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഞ്ചനയിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കാറുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖിയാന ഫഇന്നഹാ ബിഅസത്തുൽ ബിതാന. അല്ലാഹുവേ, ഞാൻ നിന്നോട് വഞ്ചനയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. കാരണം ഒരാൾ മറച്ചു വെക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് വഞ്ചന എന്നുള്ളത്. മുനാഫിഖിൻ്റെ അടയാളങ്ങളിൽ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരടയാളമായി പറഞ്ഞിരുന്നത് ഇദാ തുമിന ഖാന വ ഇദാ ആഹദ അദർ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർപ്പിക്കുകയാണ്. വിശ്വസിച്ചേൽപ്പിച്ചാൽ വഞ്ചന നടത്തുന്നവൻ അവൻ മുനാഫിഖാണ്. വാഗ്ദാനങ്ങളിൽ ഏർപ്പെട്ടാൽ ലംഘിക്കുന്നവനാണ് വഞ്ചകൻ, മുനാഫിഖെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വഞ്ചനയുടെ ഷിആറുകൾ, വഞ്ചനയുടെ അടയാളങ്ങൾ, സിഫത്തുകൾ ധാരാളമുണ്ട്. വമാ അബ്അദുഹും അൻ റബ്ബിൽ ആലമീൻ. അത്തരം ആളുകൾ റബ്ബിൽ നിന്ന് വളരെയധികം ദൂരെയാണ്, അള്ളാഹുമായി ഒരു ബന്ധമില്ലാത്തവരാണ് വഞ്ചകർ. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. വഞ്ചകന്മാരെ, മുനാഫിഖുകളെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു. വലാ തുജാദിൽ അനിൽ ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അഫീമ. ഓ പ്രവാചകരെ, ആത്മവഞ്ചന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും വാദിക്കരുത്. കൊടും വഞ്ചകരും കൊടും പാപികളും, അത്തരം ആളുകളെ റബ്ബിന് ഇഷ്ടമില്ല. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർദാ മിനൽ ഖൗൽ വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത. അത്തരം ആളുകൾ ജനങ്ങളിൽ നിന്ന് കാര്യം മറച്ചു വെക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ രാത്രി ഗൂഢാലോചന നടത്തുകയും അത്തരം മോശപ്പെട്ട കാര്യങ്ങൾ അവർ ഏർപ്പെടുമ്പോൾ അതൊക്കെയും കൃത്യമായി അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, നിരീക്ഷിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു തആല. അത്തരം ആളുകൾ നമ്മോട് പറയാറുള്ളത്, ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഞാൻ ഈ നാടിനോടൊപ്പമാണ്, ഞാൻ ഈ കുടുംബത്തിനോടൊപ്പമാണ്. വാക്കുകളിൽ മാത്രമാണ് അവരുടെ പറച്ചിലുകളുള്ളത്.
യഥാർത്ഥത്തിൽ മനസ്സിൻ്റെ അകത്തരത്തിൽ അവർ വഞ്ചകരാണ്, നമുക്കെതിരെ തിരിയുന്നവരാണ്, നമുക്കെതിരെ നാടിനെതിരെ പ്രബോധനം ചെയ്യുന്നവരാണ്. അത്തരം ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം നീചന്മാരായ ആളുകളെ കുറിച്ച് പറയുന്നത് ഒമൻ ഗശ്ശന ഫലൈസ മിന്ന, നമ്മോട് വഞ്ചന നടത്തുന്നവർ നമ്മളിൽ പെട്ടവനല്ല, അവൻ യഥാർത്ഥ മുഅ്മിനല്ല, വിശ്വാസിയല്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ ജമഅ അല്ലാഹു അൽ അവ്വലീന വൽ ആഖിരീന യൗമൽ ഖിയാമ യുർഫഉ ലികുല്ലി ഗാദിരിൽ ലിവാ. അത്തരം ആളുകളെ ഖിയാമത്ത് നാളിൽ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ അത്തരം വഞ്ചകന്മാർക്ക് വേണ്ടി ഓരോരു പതാകയും ഉയർത്തപ്പെടും. അവരുടെ വഞ്ചനയുടെ കഥകൾ, അവർ വഞ്ചന നടത്തിയ ആളുകളുടെ പേരുകൾ ആ പതാകയിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ ആളുകളുടെ മുന്നിൽ നിസാരന്മാരായി, മോശന്മാരായി ഖിയാമത്ത് നാളിൽ അവർ പ്രത്യക്ഷപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുകയാണ്. അത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടുക നിസ്കരിക്കുന്ന ആളുകളായി, ധാരാളം നോമ്പ് നോക്കുന്ന ആളുകളായി, ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ ആളുകളായി നമ്മുടെ മുന്നിൽ അവർ പ്രത്യക്ഷപ്പെടേക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ചില ആളുകൾ പ്രത്യക്ഷപ്പെടും, അവരുടെ നിസ്കാരങ്ങളുടെ മുന്നിൽ നമ്മുടെ നിസ്കാരമൊന്നുമല്ല, അവരുടെ നോമ്പുകളുടെ മുന്നിൽ നമ്മുടെ നോമ്പുകളൊന്നുമല്ല, അവരുടെ കർമ്മങ്ങളുടെയും അവരുടെ ഇബാദത്തുകളുടെയും മുന്നിൽ നമ്മുടെ ഇബാദത്തുകൾ വളരെയധികം ചെറുതാണ്. പക്ഷെ അവർ ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ തൊണ്ടയുടെ താഴോട്ട് അവരുടെ ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങുന്നില്ല. അത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് വളരെയധികം ദൂരെയാണ്. അത്തരം ആളുകൾക്ക് വലിയ ഭയാനകമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത്തരം മോശപ്പെട്ട സ്വഭാവങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.